The mother got kidnapped part 2. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ കാർ എടുത്തിട്ട് വരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് എന്താ നീ കാർ എടുത്തിട്ട് വന്നോട്ടാ. എടുത്തോ ഷാവി കാർ എടുത്ത് വന്നോട്ടാ. ഞാൻ എപ്പോഴേക്കും ഇതൊക്കെ ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ പുറത്തിരിക്കാൻ പെട്ടെന്ന് ഡ്രൈവ് വേണം, സമയമില്ല. ശരി അമ്മി, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. വീഡിയോ കോൾ ചെയ്യണ ചൂട ബൈ കട്ട്. ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ എവിടെ പോയി കാണും? വെയിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അമ്മക്കൊരു വാച്ച് മേടിച്ചെടുത്താണല്ലോ. അപ്പോൾ എവിടെ പോയാലും അമ്മക്ക് അത് എവിടെ പോയാലും എനിക്ക് മനസ്സിലാവില്ല. അമ്മ എവിടെ പോയാലും ഇപ്പം തന്നെ കൊണ്ട് വിളിക്കട്ടെ. സന്തോഷം. എന്താ സന്തോഷമായിട്ടിരിക്കണേ? പറഞ്ഞു ഇവിടെ ഡാർക്കായിട്ട് പിന്നെ ലൈറ്റ് വന്നല്ലോ. സന്തോഷം ഇരിക്കണല്ലേ? എന്താന്ന് പറയട്ടെ മോളെ. പറയേ. ഓ, എൻ്റെ അമ്മക്ക് ഞാൻ ഒരു വാച്ച് മേടിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ ആ വാച്ച് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ഈ നമ്മൾ എവിടെയാണ് പോയെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അമ്മ എവിടെ പോകുന്ന എനിക്കിപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഓ എൻ്റെ ഭഗവാനെ, എന്ത് സന്തോഷമായി എനിക്ക് കൂട്ടാ. ഇനി എൻ്റെ അമ്മേനെ എത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഞാനിനി ഹാപ്പി ആയിട്ടിരിക്കാം. ഓ, ഇതാണ് സന്തോഷ വാർത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാലും ഇനി ഞാൻ അടിച്ച് പൊളിക്കണ്ടേ. നൂറ് ഇല്ലുമിനാട്ടി കാരെടുത്ത് നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. പെട്ടെന്ന് പോവാ. സോ നമുക്കൊന്ന് ഇറങ്ങാം. കാരെത്തിയോ? ബാ ഇരുന്നോ. കൊണ്ടിരിക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യില്ലോട്ടാ. ഓ, മറന്നുപോയില്ല. എൻ്റെ ഓട്ടോമാറ്റിക്കാണ്. ഞാൻ മറന്നേ പോയി. എനിക്ക് കുറച്ച് വെള്ളം മേടിച്ചു. വേണ്ട നിച്ചുകുട്ടാ, എനിക്ക് ഇഷ്ടം. നിച്ചുകുട്ടാ നമുക്കിപ്പോ പോവാൻ പറ്റൂല. നിച്ചുകുട്ടാ, നമ്മൾ എത്ര സ്ഥലം പോയി അമ്മേനെ കണ്ടുപിടിക്കാം. അമ്മ എന്ത് പറ്റി? ഡാർക്കായി പോയില്ല. എന്ത് ചെയ്യും ഞാൻ? എന്നെ നോക്കിയിരിക്കണേ. പേടിച്ച് എന്ത് പറ്റി അമ്മ? പറ്റി? ഞാൻ പോലീസിനെ വിളിക്കണം. അമ്മ എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? പിന്നെ ഡാർക്കായി പോയല്ലോ. കറി പോവാൻ. മോളെ, എന്നെ കിഡ്നാപ്പ്ഡായി. വേഗം നമുക്ക് കാറിൽ കയറി പോവാം. ബാ അമ്മ. ഓടിക്കോ അമ്മ. എങ്ങനെയാ അമ്മ കിഡ്നാപ്ഡ് ആയത്? ഞാനത് മോളെ ചുമ്മാ നടന്നു പോയതാ. പെട്ടെന്ന് കാറിൽ കയറി അമ്മ. എന്നിട്ട് നമുക്ക് കഥയൊക്കെ പറയാം. ഞാൻ എന്ത് ചെയ്യും അമ്മ? നിച്ചുകുട്ടനോട് പോയി. അമ്മ അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ടോ. ഞാനിപ്പോ സെറ്റ് ഡാർക്കായി. അമ്മയല്ലോ അത് അലറണത്. അമ്മ പിന്നെ കിഡ്നാപ്ഡ്. എനിക്ക് എവിടെയും കിട്ടാനില്ല. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കറിയില്ല. എത്ര വർഷം കിഡ്നാപ്ഡ് ആവണത്? അപ്പൊ എന്റെ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ കമന്റ്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. അപ്പൊ ബൈ. പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന്റെ പാർട്ട് 3 വരും. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ഇതിന്റെ സീക്രട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഓരോത്തിന്റെ പാട്ട് ഞങ്ങൾ ഇറക്കാട്ടോ. ഇത് മാത്രല്ല പാർട്ട് 2 ഞങ്ങൾ ഇറക്കാം. വേറെ ഒരു പാട്ടും ഉണ്ടല്ലോ മറ്റേ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞു തന്നെ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈവിൽ വാട്ടർമെലന്റെ പാർട്ട് 2 ഇടാട്ടോ. അല്ല ഇന്ന് തന്നെ എടുക്കാം അല്ലേ? അതല്ലേ നല്ല ഞങ്ങള് ഫ്രീ ആവുമെന്ന് നോക്കാം. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ പാർട്ട് 3 വരും. ഇതിന് പാർട്ട് 10 വരെ ഉണ്ടാകും. ചിലപ്പോ പാർട്ട് കുറെ ഉണ്ടാകും. പക്ഷെ ചില യൂട്യൂബേഴ്സ് ഓരോത്തിന്റെ പാർട്ട് 3 പാർട്ട് 5 വരെ ഇറക്കും, എന്നിട്ട് അവര് പുതിയത് എടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ചില യൂട്യൂബേഴ്സ് അങ്ങനെ. അപ്പൊ ഗായ്സ് ഞങ്ങള് ബാൽക്കണിയിലാണ് നിക്കണത്. ഇവിടെ മൊത്തം ഇവിടെ കിച്ചണാണ്. ഞങ്ങളുടെ കിച്ചൺ എന്ന് പറഞ്ഞു നോക്കേ. പക്ഷെ ഇവളാണല്ലോ കണ്ടുപിടിച്ചത്. അതാണ് ഇതുണ്ടോ മോപ്പ് വരെ ഉണ്ട് ഇവിടെ. ഫുൾ ഡർട്ടിയാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ ക്ലീൻ അതുണ്ടോ എന്താണെന്നറിയാം, മറ്റേ ഇങ്ങനെ കൗണ്ട് ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഇത് കണ്ട തന്നെ നമ്മൾ ഒരു സീ ആണെന്നല്ലേ തോന്നുള്ളൂ ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സീ റെസിപ്പിയാണിത്. അപ്പൊ എങ്ങനെ ബ്ലൂ കളർ ഉണ്ടായില്ല, തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയാണോ റെസിപ്പി പൂജേ. അപ്പൊ എങ്ങനെ റെസിപ്പീന്ന് പറയാം. ഇനി എനിക്ക് സീ ഒക്കെ കണ്ടായിരുന്നു. അപ്പോഴേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ആദ്യം തന്നെ നമ്മള് അത് ഞാൻ നോളാം. ആദ്യം തന്നെ നമ്മൾ എടുക്കണ്ടേ, എനിക്ക് ബ്ലൂ കളർ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ എടുത്തതെന്ന് വെച്ചാൽ ബ്ലൂ ഇതുണ്ട് സാനിറ്റൈസർ. അപ്പം അത് ഒഴിച്ചു ആദ്യം. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഉപ്പിടാം. അപ്പം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇതുപോലെ ഇരിക്കും. നല്ല രസം പറഞ്ഞല്ലേ. ഇഷ്ടമായി. ഓക്കെ, നല്ല സീ ലുക്കായിരുന്നു ഇത്. ഇത് നമുക്ക് ഇതുകൊണ്ട് യൂട്യൂബിലില്ലേ, അപ്പം അതിൽ നമുക്ക് എടുത്താലോ എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ഞാനിങ്ങനെ ചിലപ്പോൾ മാത്രമേ എടുക്കുള്ളൂ. സ്വിമ്മിംഗ് പൂളിലൊരു പിങ്ക് ബോൾ പിന്നെ വേണ്ട. ഇപ്പം ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളാന്നൊക്കെ പറഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ഒരു പിങ്ക് ബോൾ എടുത്തു അല്ലേ. അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു സാധനമുണ്ട്. ഇതൊരു ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഡെറ്റോൾ ഉണ്ട്. ഡെറ്റോൾ എന്ന് വെച്ചാൽ എനിക്ക് കൂടെ സാനിറ്റൈസർ എടുത്ത ഡെറ്റോളുണ്ട് ഇവിടെ എന്താ. സോ ഇതാണ് ഞാൻ ഇതെടുത്ത് പിന്നെ കുറച്ച് വെള്ളം എടുത്തു. പിന്നെ കുറച്ച് പൂക്കളും കൂടി ഇട്ടപ്പോൾ കളേഴ്സ് വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ അവളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കളേഴ്സൊക്കെ വരും. ഇപ്പം എന്താ വരാത്തത്? മിണ്ടല്ലേ. അപ്പോൾ ഗൈസ് ഇത് ചെയ്യുമ്പോൾ വേറെ സാധനമായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമാണ് കാണാൻ. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലാവുമോ? ഇത് ഐസാണോ അല്ലേ എന്ന് പറയും. ഇത് ഐസല്ല, ഇത് പഞ്ഞി കയറ്റി കുത്തി വെച്ചതാണ്. ഇതിൽ നല്ല രസമല്ലേ കാണാൻ പറഞ്ഞ പോലെ. ഇത് ഒരു മിഠായി ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജീരകം മിഠായി ഇല്ല, അത് കണ്ട ജീരകമൊക്കെ ഉണ്ട്. അത് പുറത്ത് ഇതുണ്ടായി. അപ്പോൾ ഇതിലുള്ള വെച്ചപ്പോഴേക്ക് കളറൊക്കെ പോയി ഇതുപോലെ ഇരുന്നു. ഏറ്റവും കൂടുതൽ ഓറഞ്ച് ആയിരുന്നുണ്ടായി. അപ്പോൾ ഓറഞ്ച് കളറായിരുന്നു പറഞ്ഞോളെ. അപ്പം ഈ നിങ്ങളിൽ ആ മറ്റേ ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 3 വരുന്നുണ്ട്? എപ്പോൾ വേണം? അത് ഇപ്പം തന്നെ ഉണ്ട് ഇട്ടാലും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ